മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യ നീക്കത്തിൽ തന്നെ ഇടതുപക്ഷം അടിപതറുന്നതാണ് കേരള പൊതുസമൂഹം ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റാരെയുമല്ല ആദ്യം തന്നെ BJP അങ്ങ് പെടലിക്ക് പിടിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെ കരുത്തനായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ MLA VK പ്രശാന്തിന്റെ പെടലിക്ക് തന്നെ പിടിച്ചുകൊണ്ടാ പറയുന്നത്, ഇതൊക്കെ ഞങ്ങൾക്ക് പുല്ലാണ്. എന്താണ് ഇവിടെ ഇടതുപക്ഷം ഇത്രയും കാലം നടത്തിയത് എന്നതിന്റെ ആദ്യ സൂചനയാണ് BJP ഇപ്പോ മുന്നോട്ട് വെച്ചത്. VK പ്രശാന്തിന് മാന്യം മര്യാദക്ക് ആ ഓഫീസ് അങ്ങ് ഒഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതായിരുന്നു നല്ലത്. വെറുതെ ചൊറിയാൻ നിന്നു. ചൊറിഞ്ഞതിന് BJP തിരിച്ചു ചൊറിഞ്ഞു. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ ഒരു ഷെൽഫ് അടക്കമുള്ള സാധനങ്ങൾ, അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ട ഫയലുകളടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഈ മുറിക്കകത്താണ് മുൻപുള്ള കൗൺസിലർ, അതായത് അവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഓഫീസ് മുറി അധികം ഉപയോഗിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായി ഉടലെടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ കണ്ടില്ലേ, കോർപ്പറേഷന്റെ ബിൽഡിംഗ് കൗൺസിലർക്ക് ഇരിക്കാന്, അതേപോലെ തന്നെ കൗൺസിലറുടെ ഫയൽ വെക്കുന്നത് ബാത്റൂമിൽ, എന്നിട്ട് ആ സീറ്റ്, അതായത് കോർപ്പറേഷൻ കെട്ടിടമൊക്കെ കൈയടക്കി മുന്നോട്ട് പോകുന്നത് ആര്? VK പ്രശാന്ത്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്താണ് ഈ ഇടതുപക്ഷം ജനങ്ങൾക്ക് കൊടുത്ത വില? ജനങ്ങളുടെ ഫയലല്ലേ ഈ ബാത്റൂമിന് മുകളിലൊക്കെ ഈ വെച്ചേക്കുന്നത്? ടോയ്ലറ്റിലാ. അലമാര നിങ്ങൾ കണ്ടില്ലേ? ടോയ്ലറ്റില്. ഇതാണോ ഇവര് പറയുന്ന ഈ കൗൺസിലർക്ക് ഞങ്ങൾ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്? നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉളുപ്പില്ലാതെ VK പ്രശാന്ത് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇതൊരു തുറന്ന ഹാളായിരുന്നു. ഞങ്ങൾ ഈ സ്ഥലം കണ്ടെത്തി ഇത് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഇവിടെ ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഓഫീസാക്കി ഇതിനെ മാറ്റിയത്. അതിനുശേഷം 7 വർഷം മുന്നോട്ട് പോവുകയാണ്. 5 വർഷക്കാലം LDFന്റെ കൗൺസിലറായിരുന്നു ശ്രീമതി ബിന്ദു കൗൺസിലറായിരുന്നു. അത് കഴിഞ്ഞ് BJPയുടെ കൗൺസിലറായിരുന്ന ശ്രീ മധുസൂദൻ നായർ കൗൺസിലറായിരുന്നു. അപ്പൊ ഇത്രയും വർഷക്കാലം ഇല്ലാത്ത അസൗകര്യവും ബുദ്ധിമുട്ടും എന്താണ് MLA ഇവിടെ തുടരുന്നതുകൊണ്ട് മാഡത്തിനുണ്ടാകുന്നത്? ഇപ്പൊ ഞാനിപ്പോ എന്നെ നേരിട്ട് കണ്ടപ്പോഴും ചോദിച്ചതാണ്. അവിടെ കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഇവിടെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒരു തകരാറും ഇതുവരെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കാനും പോകുന്നില്ല. നിങ്ങൾ കേട്ടില്ല? ഇയാൾക്കൊന്നും ഒരു നാണവുമില്ല. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇയാളെ വീട്ടിൽ നിന്നിട്ട് എടുത്തിട്ടാണ് ഈ ഓഫീസൊക്കെ നവീകരിച്ചതും വലിയ കെട്ടിടമൊക്കെ ഉണ്ടാക്കിയിട്ടത് അല്ലല്ലോ. കോർപ്പറേഷന്റെ പണമെടുത്ത്, അതായത് കേരളത്തിലെ പൊതുജനത്തിന്റെ പണമെടുത്തിട്ടല്ലേ കോർപ്പറേഷൻ ഈ കെട്ടിടമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ VK പ്രശാന്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കെട്ടിടമൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഓരോ ബോധമുള്ള മലയാളിയും ചിന്തിക്കൂലേ? എന്നിട്ട് ഒരു നാണമില്ലാതെ പറയാൻ ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് കരുതി കാലാകാലവും VK പ്രശാന്തിന് അവിടെ അങ്ങ് തുടരാമെന്നാണോ ഈ കരുതിയിട്ടുള്ളത്? പിന്നെ ഈ പ്രതിപക്ഷ ബഹുമാനം എന്ന് ഇടയ്ക്കിടെ ഇടതുപക്ഷത്തിന്റെ ഓരോ നേതാക്കന്മാര് രംഗത്തെത്തിയിട്ട് ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്. ആർ ശ്രീലേഖ ചെയ്തത് പ്രതിപക്ഷ ബഹുമാനമില്ലാതെയാണ്. പ്രതിപക്ഷ ഒരു MLA എങ്ങനെയാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? ഇത്തരത്തിലാണ് ചോദിക്കുന്നത്. അല്ല, ഇടതുപക്ഷം എങ്ങനെയാണ് പ്രതിപക്ഷത്തെ സ്വീകരിച്ചത്? ഒരു BJP മുൻ കൗൺസിലർ അദ്ദേഹത്തിന്റെ 5 വർഷക്കാലം ഈ ബാത്റൂമിൽ ഫയൽ വെപ്പിച്ചായിരുന്നു ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ഉളുപ്പില്ലാതെ വിളിച്ചു പറയല്ലേ? നിങ്ങളാണോ എന്നിട്ട് പ്രതിപക്ഷത്തെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നറിയാം. എന്നാൽ ഭരണം മാറി. VK പ്രശാന്ത് അറിഞ്ഞിട്ടില്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഭരണം മാറി. അവര് പറയും എങ്ങനെയാണ് അധികാരം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, എങ്ങനെയാണ് അധികാരമെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വെക്കേണ്ടത് എന്ന്. ഇന്ന് തിരുവനന്തപുരം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാം. അവരുടെ ഫയലുകളെ നിങ്ങൾ കരുതുന്നത് പോലെ പൊതുജനത്തിന്റെ ഫയല് ബാത്റൂമില്, ഈ ക്ലോസറ്റിന്റെ മുകളില്, അവിടെ അലമാരയിൽ വെക്കാനല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. പൊതുജനത്തിനൊരു വിലയുണ്ട്. അതാണ് ആർ ശ്രീലേഖ കൃത്യമായിട്ട് പൊക്കിപ്പിടിക്കുന്നത്. കൃത്യമായിട്ട് താങ്കളോട് മാന്യ മര്യാദക്ക് മാറിത്തരാനല്ല പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഇപ്പൊ എങ്ങനെ സംഭവിച്ചിരിക്കുന്നു? നിങ്ങളുടെ സകല തട്ടിപ്പൽ ഒരു കൗൺസിലർക്ക് നിങ്ങൾ എന്ത് വിലയാ കൊടുക്കുന്നത്? ഒരു കൗൺസിലർ, അതായത് കോർപ്പറേഷൻ കെട്ടിടത്തില് MLA അങ്ങ് അടക്കി ഭരിക്കുക, കൗൺസിലർക്ക് ഫയല് വെക്കാൻ ബാത്റൂം, ക്ലോസറ്റ് അതിന്റെ മുകളില്, എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഒരു നാണമില്ലാതെ VK പ്രശാന്ത് ചോദിക്കുക, ഇത്രയും കഴിഞ്ഞ കൗൺസിലർമാരൊക്കെ ഇരുന്നില്ലേ? ഇനിയിപ്പോ എന്താ പ്രസിഡന്റ്? ഇനിയിപ്പോ പ്രസിഡന്റ് ഭരണം മാറി.
വിവേകമുള്ള ആളുകൾ അധികാരത്തിലെത്തി. ജനങ്ങൾക്ക് വിലയുണ്ട്. തിരുവനന്തപുരത്തെ ജനതയുടെ ഫയൽ ക്ലോസറ്റിന്റെ മുകളിലല്ല വെക്കേണ്ടത് എന്നാ BJP മുന്നോട്ട് വെക്കുന്നത്. ഇത് നാണം കെട്ടില്ല ഇടതുപക്ഷം. ഇപ്പോ ഈ VK പ്രശാന്തിന്റെ അഹങ്കാരത്തിൽ ഇടതുപക്ഷം ജനതയെ എങ്ങനെ കാണുന്നു എന്നല്ലേ മലയാളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണി വരുന്നുണ്ട്. പുതിയ മേയർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇന്നലെ മീറ്റ് ദ പ്രസിൽ ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട്. ഇപ്പം മനസ്സിലാക്കുന്നത് 832 രൂപയ്ക്കാണ് ഒരു മാസത്തേക്ക് ഒരു 350, കൃത്യമായിട്ട് അളന്നാൽ മാത്രമേ അളവ് പറയാൻ സാധിക്കുകയുള്ളൂ, സ്ക്വയർ ഫീറ്റ് 300-350 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് അവിടെ വാടകയ്ക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റൂം കൊടുത്തിരിക്കുന്നത് 832 രൂപയ്ക്കാണ് മാസം. പക്ഷെ നമ്മുടെ സിറ്റിയിലെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അത് പോരാ. ഞാൻ MLA ഓഫീസ് സ്ക്വയർ ഫീറ്റ് റേറ്റ് കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറയുന്നില്ല. അത് ചർച്ച ചെയ്ത് കൺസേൺഡ് അതോറിറ്റീസ് തീരുമാനിക്കേണ്ടതാണ്. പൊതുജനങ്ങൾ വരുന്നതാണ്. അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ റേറ്റാണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിൽ പരിശോധിക്കണം. നിങ്ങൾ കേട്ടില്ലേ, മേയറുടെ മാന്യത വെച്ച്. പക്ഷേ കാര്യങ്ങൾ കൃത്യമായിട്ട് പൊതുജനത്തോട് പറയുന്നു. കേവലം 832 രൂപയ്ക്കാ വാടകയ്ക്കെടുത്തിട്ടുള്ളത്. ഏത് MLA മുന്നോട്ട് പോകുന്നത് 832 രൂപയ്ക്കാണ് എന്ന് വാടക കൊടുക്കുന്നത്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കോ. ഫോൺ ബില്ല് എന്ന് പറഞ്ഞു പോലും നമുക്കൊക്കെ എങ്ങനെ വിളിച്ചാലും 350 രൂപയൊക്കെ വരും. ഏത് സിം ആണെങ്കിലും എങ്ങനെ വിളിച്ചാലും. എന്നിട്ടും ആ ഫോൺ ബില്ല് എന്ന് പറഞ്ഞു പോലും വലിയ എമൗണ്ട് പൊതുജനത്തിന്റെ പണം സ്വീകരിക്കുന്ന, അതേപോലെ തന്നെ ഓഫീസ് അലവൻസ്, സ്റ്റാഫിന്, അങ്ങനെ ഓരോന്നിനും പ്രത്യേകമായിട്ട് തുക, പൊതുജനത്തിന്റെ നികുതി പണത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് തുക MLAക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ MLAമാർക്കും ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു MLA കോർപ്പറേഷൻ കെട്ടിടത്തില് വെറും 800 ചില്ലറ രൂപ. അതും മേയർ കൃത്യമായിട്ട് പറയുന്നു, അത് പൊതുജനത്തിന്റെ സേവനം ഉണ്ടല്ലോ, അത് അതിൻ്റെതായ രീതിയിൽ പോവട്ടെ, അതിൻ്റെതായ സൗകര്യങ്ങൾ കൊടുക്കട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പൊതുജനം കൃത്യമായിട്ട് ചിന്തിക്കണോ. സകല അലവൻസുകളും, അതായത് ഓഫീസ് നടത്താന്, ഓഫീസിലെ ജോലിക്കാർക്ക് കൊടുക്കാൻ, ഇതൊക്കെ പൊതുജനത്തിന്റെ കയ്യിൽ നിന്ന് പണം കൊടുക്കുമ്പോ കോർപ്പറേഷൻ ആ സ്ഥാപനം, ആ ഒരു ബിൽഡിംഗ് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുക എന്നല്ലാതെ ഇത് ഫുൾ, അതായത് ഈ VK പ്രശാന്ത് ഒക്കെ അടക്കി ഭരിക്കുന്ന ഒരു സ്ഥലത്തെ ഭാരതീയ ജനതാ പാർട്ടി കൊണ്ട് അധികാരത്തിലെത്തിയിട്ട് VK പ്രശാന്ത് ഒക്കെ അട്ടാൻ നോക്കി നിൽക്കുക. എന്താ ഇനിയിപ്പം ചെയ്യേണ്ടത്? അതിന്റെ വെപ്രാളത്തിൽ ഓരോ വിവരക്കേട് വിളിച്ചു പറയുന്നു. കേരളത്തിലെ പൊതുജനം കൃത്യമായിട്ട് അറിയുന്നു. അവിടെ കോർപ്പറേഷൻ കൗൺസിലർക്കൊക്കെ എന്തായിരുന്നു VK പ്രശാന്ത് ഉൾപ്പെടെ കൊടുത്ത വില? ബാത്റൂമിൽ ഫയൽ വെക്കലായിരുന്നു. തിരുവനന്തപുരത്തെ ജനത്തിന് VK പ്രശാന്ത് ഒക്കെ കൊടുത്ത വില എന്ന് പറയുന്നത് ടോയ്ലറ്റിന്റെ മുകളിലായിരുന്നു ജനങ്ങളുടെ ഫയൽ എന്നുള്ളതാ. അതായത് സകല ആനുകൂല്യങ്ങൾ വാങ്ങുകയും പിന്നീട് കോർപ്പറേഷനൊക്കെ അടക്കി ഭരിക്കുന്നത് കൊണ്ട് കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ സൗകര്യം ഉപയോഗിക്കുക. ഇനിയെങ്കിലും അതിൽ കടിച്ചു തൂങ്ങാതെ ശ്രീലേഖ, അതേപോലെ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് പോലെ കേട്ട് മാന്യം മര്യാദക്ക് വളരെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിക്കൊടുത്താൽ കൂടുതൽ വഷളാവാതെ VK പ്രശാന്തിനും ഇടതുപക്ഷത്തിനും മുന്നോട്ട് പോവാൻ സാധിക്കുമെന്നാണ് ബോധമുള്ള ആളുകൾ ഇപ്പോ മനസ്സിലാക്കുന്നത്. മാത്രമല്ല മേയർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, MLAയുടേത് അവിടെ നിൽക്കട്ടെ, കോർപ്പറേഷന്റെ മറ്റു ബിൽഡിങ്ങുകള് പുറത്ത് വാടകയ്ക്ക് കൊടുത്തതിൽ ഇതുപോലെ തരത്തിലുള്ള വാടകയ്ക്കാണോ കൊടുത്തത്? അതിലെ തിരുമറികളും ഞങ്ങൾ അന്വേഷിക്കും. സകല തട്ടിപ്പുകളും, പച്ചക്ക് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി ഇടതുപക്ഷത്തിന്റെ സകല തട്ടിപ്പുകളും വലിച്ചു പുറത്തിടും എന്നുള്ളതാണ് മേയർ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഏതായാലും VK പ്രശാന്തിന് ലേശമൊക്കെ വകതിരിവുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്ന് തടിയെടുക്കാൻ നോക്കൂ.